മക്കളെ നമ്മൾ അടുത്തത് നോക്കുന്നത് തിയറം 6.12 ആണ്. ആക്ച്വലി ഇതിനകത്ത് ഈ തിയറത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മോണോട്ടോണിക് പ്രോപ്പർട്ടിയും അൾജിബ്ര ഓഫ് റീമാൻചലിയസ് ഇൻ്റഗ്രേഷനും ആണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് സം ഓഫ് ടു റീമാൻചലിയസ് ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് അഗെയിൻ റീമാൻ ഇൻ്റഗ്രബിൾ, റീമാൻചലിയസ് ഇൻ്റഗ്രബിൾ ആൻഡ് സ്കലാർ മൾട്ടിപ്പിൾ എന്ന കൺസെപ്റ്റും, അതുപോലെ തന്നെ അതിലെ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് അഡീഷനെയും സ്കലാർ മൾട്ടിപ്ലിക്കേഷനെയും പ്രിസർവ് ചെയ്യുന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ബി പാർട്ടിനകത്ത് മോണോട്ടോണിക് പ്രോപ്പർട്ടിയാണ് റീമാൻചലിയസ് ഇൻ്റഗ്രേഷൻ്റെ. സി പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇൻ്റർവെല്ലിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റഗ്രേഷൻ ഉണ്ടാകുന്ന അഡിറ്റിവിറ്റി തിയറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഡി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ ഇൻ്റർവെല്ലിനെ ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആൽഫയെ രണ്ട് കർവുകളായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷന് സംഭവിക്കുന്ന വ്യത്യാസം. അപ്പോൾ ആൽഫ 1 ആൽഫ 2 എന്നുള്ള രണ്ട് കർവായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം കൂടിയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എഫും ജിയും അല്ലെങ്കിൽ F1ഉം F2ഉം റീമാൻചലിയസ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ F1 + F2 റീമാൻചലിയസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതുപോലെ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് എഫും റീമാൻചലിയസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, അതിൽ ഇൻ്റഗ്രൽ a to b F1 + F2 d ആൽഫ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ a to b F1 + ഇൻ്റഗ്രൽ a to b F2 എന്ന് പറയാം. അതുപോലെ ഇൻ്റഗ്രൽ a to b CF ഈസ് ഈക്വൽ ടു C ഇൻ്റഗ്രൽ a to b F d ആൽഫ എന്ന് പറയാം. ഓക്കെ, F1 ≤ F2 ആണെങ്കിൽ ഇൻ്റഗ്രൽ F1 ≤ ഇൻ്റഗ്രൽ F2 മോണോട്ടോണിക് പ്രോപ്പർട്ടി. അതുപോലെ ഇൻ്റർവെല്ലിനെ ബ്രേക്ക് ചെയ്യുന്നു C എന്ന പോയിന്റിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ F element of R of alpha on closed interval AC and closed interval CB, then F element of R of alpha 1 closed interval AB, and the integration can be written as integral A to B F d alpha equal to integral A to C F d alpha plus integral C to B F d alpha. ഇത് റീമാൻ സമ്മിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഈ ബിയും സിയും എല്ലാം റീമാൻ സം അല്ല അപ്പർ സം ലോവർ സമ്മിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടില്ല, അത് നിങ്ങൾ തന്നെ തയ്യാറാക്കുക. അതുപോലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽഫയെ രണ്ട് കർവുകളായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൽഫ ഈക്വൽ ടു ആൽഫ 1 + ആൽഫ 2 ആൻഡ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ 1 ആൻഡ് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ 2 ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി, ദെൻ എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ 1 + ആൽഫ 2 ആൻഡ് ഇൻ ദിസ് കേസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഡി ഓഫ് ആൽഫ 1 + ആൽഫ 2 ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഡി ആൽഫ 1 + ഇൻ്റഗ്രൽ എ ടു ബി ഡി ആൽഫ 2. Okay, and if f element of R of alpha and C be any constant, then f element of R of C alpha and അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർക്കുക, സി ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നെഗറ്റീവ് ആകുമ്പോൾ ആൽഫയുടെ മോണോട്ടോണിക് പ്രോപ്പർട്ടി ഇൻക്രീസിങ് എന്നുള്ളത് ഡിക്രീസിങ് ആയി മാറും. അത് പോസിബിൾ അല്ല, കാരണം സ്റ്റെറിലിയസ് ഇൻ്റഗ്രേഷനിൽ ആൽഫ മസ്റ്റ് ബി മോണോട്ടോൺ ഇൻക്രീസിങ് ആയിരിക്കണം. അത് എറർ വരുമെന്നും ഉള്ളതുകൊണ്ടാണ് സിയെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് മാത്രം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഇൻറ്റു ഡി സി ആൽഫ ഈക്വൽ ടു സി ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ പ്രൂഫ് കൊടുത്തിട്ടുള്ളത് എ പാർട്ടിലെ സമേഷൻ്റെ മാത്രമാണ്. മറ്റു പ്രൂഫുകൾ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ പ്രൂഫിലേക്ക് വരുമ്പോൾ ആദ്യം സപ്പോസ് ചെയ്യുന്നു ഗിവൺ ഫംഗ്ഷൻസ് F1ഉം F2ഉം റീമാൻചലിയസ് ഇൻ്റഗ്രബിൾ with respect to alpha on closed interval AB, and f is the sum of these two functions F1 + F2. We need to prove f is also Riemann-Chalias integrable, and integral a to b f is equal to integral a to b F1 plus integral a to b F2. That is what we need to prove here. So we are going to apply our theorem 6.6 here. For that purpose we take epsilon greater than 0. By the definition of F1 and F2 are Riemann-Chalias integrable, we can find out two partitions corresponding to epsilon, say P1 and P2 of closed interval AB, such that UPF1 alpha minus LPF1 alpha less than epsilon and UPF2 alpha minus LPF2 alpha less than epsilon. ഇവിടെ നമ്മൾ 6.6 രണ്ട് ഫംഗ്ഷന് വേണ്ടിയും യൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വി ആർ കൺസിഡറിങ് എ കോമൺ റിഫൈൻമെൻറ്റ് ഓഫ് P1 ആൻഡ് P2, സേ P, ആൻഡ് അപ്ലൈ ഫോർ 1 and 2. നമുക്ക് തിയറം 6.7 എ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും വർക്ക് ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ യു പി F1 alpha minus LP F1 alpha less than epsilon കിട്ടും. അതുപോലെ UP F2 alpha minus LP F2 alpha less than epsilon രണ്ടും വർക്ക് ആവും. ആൻഡ് ടേക്ക് F is equal to F1 plus F2. Then LP of F1 plus F2 of alpha is greater than or equal to LP F1 alpha plus LP F2 alpha. കാരണം അത് ജസ്റ്റ് അപ്ലൈ ചെയ്യണം, ആ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. F1 F2 ഡിസ്ട്രിബ്യൂട്ടീവിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ കിട്ടും. ഇതുപോലെ തന്നെ UP F1 plus F2 alpha ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതായത് ലോവർ സമ്മിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷനും അപ്പർ സമ്മിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷനും കിട്ടുന്നു. അത് സൈഡിൽ റീസൺ എഴുതിയിട്ടുണ്ട്. ഇൻഫിം ഓഫ് F1 plus F2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫ് F1 plus inf F2. ഫംഗ്ഷൻ്റെ ഇൻഫിമത്തിൻ്റെ പ്രോപ്പർട്ടി വെച്ചാണ്. അതുപോലെ സുപ്രീമം ഓഫ് F1 plus F2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം F1 plus സുപ്രീമം F2. Okay, therefore LP F1 alpha plus LP F2 alpha less than or equal to
LP F1 plus F2 alpha, that is less than or equal to UP F1 plus F2 alpha, which is less than or equal to UP F1 alpha plus UP F2 alpha. അപ്പോൾ നമുക്ക് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് എഫ് വൺ ആൽഫ പ്ലസ് യു പി എഫ് ടു ആൽഫ മൈനസ് എൽ പി എഫ് ടു ആൽഫ എന്ന് നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. So we get UPF alpha minus LPF alpha is less than 2 epsilon. Then by theorem 6.6, this function f is Riemann-Schelius integrable with respect to alpha over closed interval AB. Next we are going to check the integration. So f1 and f2 element of R of alpha means their upper integral and lower integral are same. That means integral a to b f j d alpha equal to supremum of lower sums which is equal to infimum of upper sums. അതായത് upper integral lower integral ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യു പി എഫ് ജെ ആൽഫ ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ജി ഡി ആൽഫ പ്ലസ് എപ്സിലോൺ. കാരണം യു പി എഫ് ജെ ആൽഫ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫിമത്തിൻ്റെ കൂടെ എപ്സിലോൺ ആഡ് ചെയ്തതിന്, കാരണം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ജെ ഡി ആൽഫ എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് യു പി അപ്പർ സംസ് ആണ്. ഇൻഫിമം ഓഫ് അപ്പർ സംസ് പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിമം മീൻസ് ആക്ച്വലി ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. അതിനേക്കാൾ വലുതാണ് പ്ലസ് എപ്സിലോൺ ആഡ് ചെയ്യുമ്പോൾ. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനേക്കാൾ വലുതായാൽ അത് ലോവർ ബോണ്ട് അല്ല. ലോവർ ബോണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു മെമ്പർ സെറ്റിലുണ്ടാവും, ഒരു അപ്പർ സം ഉണ്ടാവും. വി പുട്ട് ഇറ്റ് എസ് യു പി ഓഫ് എഫ് ജെ എഫ് ആൽഫ ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ജെ ഡി ആൽഫ പ്ലസ് എപ്സിലോൺ. അങ്ങനെ ഒരു പാർട്ടീഷൻ പി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് ആൽഫ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി എഫ് വൺ ആൽഫ പ്ലസ് യു പി എഫ് ടു ആൽഫ. ദിസ് ഈസ് ലെസ് ദാൻ യു പി എഫ് വൺ ഡി ആൽഫ പ്ലസ് എപ്സിലോൺ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടു ഡി ആൽഫ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് വൺ ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടു ഡി ആൽഫ പ്ലസ് 2 എപ്സിലോൺ എന്ന് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എപ്സിലോൺ എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് വൺ ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടു ഡി ആൽഫ പ്ലസ് 2 എപ്സിലോൺ. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് ആ ഇൻഇക്വാലിറ്റി 2 കിട്ടുന്നു, കണ്ടീഷൻ 2 നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത അപ്പർ സമ്മിനാണെങ്കിൽ, ഇനി അപ്പർ ഇൻ്റഗ്രലും അപ്പർ സമ്മിനുമാണെങ്കിൽ ഇത് ലോവർ ഇൻ്റഗ്രലിന് അപ്ലൈ ചെയ്യുന്നു. ലോവർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് ലോവർ സംസ് ആണ്. സുപ്രീമം ഓഫ് ലോവർ സംസ് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പർ ബോണ്ട് ആവില്ല. അപ്പർ ബോണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു മെമ്പർ എക്സിസ്റ്റ് ചെയ്യും. അതിനർത്ഥം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു എൽ പി എഫ് ആൽഫ which is greater or equal to LPF1 alpha plus LPF2 alpha which is greater than integral a to b f1 d alpha minus epsilon. കാരണം ലോവർ ഇൻ്റഗ്രലിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നു. കാരണം ലോവർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് ലോവർ സംസ് ആണ്. സുപ്രീമം മീൻസ് ലീസ്റ്റ് അപ്പർ ബോണ്ടാണ്, ഏറ്റവും ചെറിയ അപ്പർ ബോണ്ടാണ്. അതിൽ നിന്ന് എപ്സിലോൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പർ ബോണ്ട് അല്ല. അപ്പർ ബോണ്ട് ആണെങ്കിൽ എല്ലാ മെമ്പറിനേക്കാളും വലുതായിരിക്കും. അപ്പർ ബോണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു മെമ്പർ ഉണ്ടായിരിക്കും. അതാണ് എൽ പി എഫ് വൺ ഡി ആൽഫ എന്ന് പറയുന്നത്. ഇതേ കാര്യം എൽ പി എഫ് ടു ഡി ആൽഫയും സാറ്റിസ്ഫൈ ചെയ്യും, അത് എഫ് ടുവിൻ്റെ ഇൻ്റഗ്രലിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് വൺ ഡി ആൽഫ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ടു ഡി ആൽഫ മൈനസ് 2 എപ്സിലോൺ എന്ന് കിട്ടുന്നു. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് ഇൻഇക്വാലിറ്റി 3 കിട്ടും. ഫ്രം 2 and 3 വി ക്യാൻ write what integral a to b f d alpha equal to integral a to b f1 d alpha plus integral a to b f2 d alpha. നെക്സ്റ്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. എഫ് എം ജിയും റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ജി റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആണെന്നും അതുപോലെ മോഡസ് റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടും. കൂടാതെ മോഡലസ് ഓഫ് ദി ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി മോഡ് എന്ന് പറയുന്നത്. റീമാൻ ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റുള്ളതെല്ലാം ഇവിടെയും വർക്ക് ആവുന്നുണ്ട്. സപ്പോസ് ചെയ്യുന്നു ഗിവൺ ഫംഗ്ഷൻസ് എഫും ജിയും റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. നമുക്ക് എഫ് ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഒരു സെക്കൻഡ് ഓർഡർ മോണോമിയൽ, സെക്കൻഡ് ഡിഗ്രി മോണോമിയൽ എടുക്കുന്നു. ഫൈ ഓഫ് ടി ഇക്വൽ ടു ടി സ്ക്വയർ, ടി എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻ്റർവൽ എം എം, where closed interval mm is a closed and bounded interval which contains the range of f. range of f നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫൈ കോമ്പോസിഷൻ എഫ് പോസിബിൾ ആണെന്ന് അറിയാം. ഇവിടെ ഫൈ കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ആയതുകൊണ്ട് എഫ് റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നിൽ പഠിച്ച തിയറം 6.11 പ്രകാരം എച്ച് ഇസ് ഈക്വൽ ടു ഫൈ കോമ്പോസിഷൻ എഫ്. ഫൈ കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സ്ക്വയർ ആയിരിക്കും. എഫ് സ്ക്വയർ റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് സ്ക്വയർ റീമാൻ-ഷെലിയസ് ഇൻ്റഗ്രബിൾ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ജി റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ്. എഫ് എം ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, എഫ് മൈനസ് ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് പ്രകാരം എഫ് പ്ലസ് ജിയുടെ സ്ക്വയറും എഫ് മൈനസ് ജിയുടെ സ്ക്വയറും റീമാൻ ഷെല്ലിയസ് ഇൻറ്റഗ്രബിൾ ആയിരിക്കും. സോ എഫ് പ്ലസ് ജി ഹോൾ സ്ക്വയറും എഫ് മൈനസ് ജി ഹോൾ സ്ക്വയർ ആർ റീമാൻ ഷെല്ലിയസ് ഇൻറ്റഗ്രബിൾ. Therefore, the difference f plus g whole square minus f minus g whole square is also Riemann-Schelius integrable and its value is 4fg. അപ്പോൾ 4fg Riemann-Schelius integrable ആവും. 4fg Riemann-Schelius integrable ആണെങ്കിൽ അതിനെ 1/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് എഫ് ജി ആയി മാറുന്നു. സോ എഫ് ജി ഇസ് ആൾസോ Riemann-Schelius integrable ആവുന്നു. നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് മോഡ് എഫ് Riemann-Schelius integral ആണ് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി phi of t equal to mod t. Mod t എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ് ഇൻ്റർവൽ എം എം, വെർ ക്ലോസ് ഇൻ്റർവൽ എം എം ഈസ് എ ഡൊമൈൻ ഓഫ് ഐ വിച്ച് കണ്ടെയ്ൻസ് ദ റേഞ്ച് ഓഫ് എഫ്. ദെൻ ഫൈ കോമ്പോസിഷൻ എഫ് ഈസ് പോസിബിൾ. ദെൻ ബൈ തിയറം 6.11 പ്രകാരം നമുക്ക് എന്ത് പറയാം, H is equal to phi composition f, that is mod f is Riemann-Schelius integrable. Next we need to prove that modulus of the integral less than or equal to integral of the mod. For that purpose we choose a positive number c, positive or negative number c equal to plus or minus 1. c യുടെ വാല്യൂ 1 ആവാം അല്ലെങ്കിൽ -1 ആവാം, such that c into integral a to b f d alpha greater than or equal to 0. അതായത് c കൊണ്ട് ഇൻ്റഗ്രൽ a to b f d alpha greater than or equal to 0. അപ്പോൾ c യുടെ വാല്യൂ 1 എടുക്കുമ്പോൾ എപ്പോഴെടുക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ a to b f d alpha നെഗറ്റീവ് ആണെങ്കിൽ c യുടെ വാല്യൂ -1ഉം പോസിറ്റീവ് ആണെങ്കിൽ c യുടെ വാല്യൂ +1ഉം ചൂസ് ചെയ്യും. therefore we consider, അവിടെ ഒരു ചെറിയൊരു എററുണ്ട്, therefore ശേഷം എഴുതേണ്ടത് ആക്ച്വലി മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ a to b f d alpha which is equal to ഒരു സെൻറ്റൻസ് അവിടെ ചേർക്കാണ്ട് മോഡുലസ് ഓഫ് c ഇൻറ്റു ഇൻ്റഗ്രൽ a to b f d alpha എന്നുകൂടി ചേർക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ മോഡ് വേണം, മോഡ് c ഇൻറ്റു ഇൻ്റഗ്രൽ a to b f d alpha. പക്ഷേ c ഇൻറ്റു ഇൻ്റഗ്രൽ a to b f d alpha നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അതിന് നമുക്ക് മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയായിരിക്കും. അതായത് ഒരു നോൺ നെഗറ്റീവ് നമ്പറിൻ്റെ മോഡ് വാല്യൂ അത് തന്നെ കിട്ടുന്നു. അപ്പോൾ സെക്കൻഡ് ടേമിൽ ഒരു എററുണ്ട്, മോഡ് ഇൻ്റഗ്രൽ a to b f d alpha ഈക്വൽ ടു മോഡ് നുള്ളിൽ തന്നെ c ഇൻറ്റു ഇൻ്റഗ്രൽ a to b f d alpha വിച്ച് ഈസ് ഈക്വൽ ടു c ഇൻറ്റു ഇൻ്റഗ്രൽ a to b f d alpha എന്ന് എഴുതണം. വിച്ച് ഈസ് ഈക്വൽ ടു തൊട്ട് മുകളിലുള്ള പ്രോപ്പർട്ടി പ്രകാരം, അൾജിബ്രിക് പ്രോപ്പർട്ടി പ്രകാരം ഇൻ്റഗ്രൽ a to b c f d alpha എന്ന് എഴുതാം. പക്ഷേ സിയുടെ വാല്യൂ +1 ആണെങ്കിലും -1 ആണെങ്കിലും എഫ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ആൻഡ് -f ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ആണ്. അതായത് സി എഫ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ആണ്. ദെൻ ബൈ ദി മോണോട്ടോണിക് പ്രോപ്പർട്ടി എബോവ് വി ഗെറ്റ് സി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ സി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡ് എഫ് ആയിരിക്കും. therefore we get that is less than or equal to integral a to b mod of d alpha. therefore എന്ന് പറയാം മോഡുലസ് ഓഫ് ദി ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി മോഡ്. Riemann-Schelius ഈ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.